അതായത് നമ്മൾ ആ ഒരു വിഗ്രഹം വെച്ച് ആരാധിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹത്തെ നമ്മൾ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ വന്നു ഭവിക്കാനാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം, ഭഗവാന്റെ ഒരു കടാക്ഷം നമ്മളിൽ ഉണ്ടാവാനാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകൾ നമുക്ക് നൽകുന്നത് ദോഷഫലങ്ങളായിരിക്കും. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകും. അതിൽ ഒട്ടുമിക്ക ആളുകളും വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കാറുമുണ്ട്. വിളക്ക് തെളിയിക്കാനും വിഷുവിന് കണിവെക്കാനും ഒക്കെ ആയിട്ട് മിക്ക വീടുകളിലും ഇന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിഗ്രഹമായാലും ചിത്രമായാലും ഒക്കെ നമ്മൾ വീട്ടിൽ പൂജാമുറിയിലൊക്കെ വെക്കാറുണ്ട്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗുണത്തിന് പകരം ദോഷമായിരിക്കും നമുക്ക് വന്നു ചേരുന്നത്. അതായത് നമ്മൾ ആ ഒരു വിഗ്രഹം വെച്ച് ആരാധിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹത്തെ നമ്മൾ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ വന്നു ഭവിക്കാനാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം, ഭഗവാന്റെ ഒരു കടാക്ഷം നമ്മളിൽ ഉണ്ടാവാനാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകൾ നമുക്ക് നൽകുന്നത് ദോഷഫലങ്ങളായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ സൂക്ഷിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കുന്ന സമയത്തും അതുപോലെ തന്നെ മറ്റ് ഏത് ഈശ്വര വിഗ്രഹം സൂക്ഷിക്കുന്ന സമയത്തും നിർബന്ധമായിട്ടും അത് നല്ല രീതിയിൽ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ പൊട്ടിയതോ വിള്ളൽ വീണതോ ആയിട്ടുള്ള വിഗ്രഹങ്ങൾ സൂക്ഷിക്കാനായിട്ട് പാടില്ല. ഇത് വളരെ വളരെ ദോഷം വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയുടെ വലയമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പോസിറ്റീവ് എനർജി നിറഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹമായാലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള സുഖസന്തോഷങ്ങളായാലും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുകയുള്ളൂ. അതായത് വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ആ വീട്ടിൽ താമസിക്കാനായിട്ട്, ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പൊട്ടിയ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നത് വീട്ടിൽ നെഗറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കാൻ കാരണമാകും. ഇതുമൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ പൊട്ടിയ വിഗ്രഹങ്ങൾ മാത്രമല്ല, ഈ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൊടി പിടിച്ചതോ അല്ലെങ്കിൽ പെയിന്റ് ഇളകിയതോ പോലുള്ള വിഗ്രഹങ്ങളൊന്നും തന്നെ നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ പാടില്ല. നിത്യവും അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അത് വീട്ടിൽ സൂക്ഷിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ്. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ചൈതന്യം, അതിൻ്റെ ആ ഒരു ഗുണഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നതും അതിന് പൂജകൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും കടന്നു വരാനാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം കടന്നു വരണം എന്നുണ്ടെങ്കിൽ നമ്മളത് ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാത്ത പക്ഷം ഞാൻ ഈ പറഞ്ഞതുപോലെ ഗുണഫലം ലഭിക്കും എന്നോർത്ത് നമ്മൾ സൂക്ഷിക്കുന്ന ആ ഒരു വിഗ്രഹം നമുക്ക് നൽകുന്നത് ദോഷഫലങ്ങളായിരിക്കും. ഇതാണ് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ വീട്ടിൽ ഒരുപാട് നാൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ വെച്ചിരുന്ന പൂജകളൊക്കെ ചെയ്തിരുന്ന ഒരു കൃഷ്ണ വിഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പൊട്ടലുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപേക്ഷിക്കാൻ മടിയായിരിക്കും. വീണ്ടും അങ്ങനെ തന്നെ വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ആ വീട്ടിലേക്ക് എപ്പോഴും ദുഃഖവും ദുരിതവുമായിരിക്കും കടന്നു വരുന്നത്. അപ്പോൾ ചില അമ്മമാര് പറയാറുണ്ട്, ഞാൻ എന്നും എൻ്റെ കണ്ണനെ വിളിക്കുന്നു, എന്നും കണ്ണന് പൂജകൾ ചെയ്യുന്നു, എന്നിട്ടും എനിക്ക് എന്ത് ഇങ്ങനെ എന്നുള്ളത്. നമ്മൾ പൊട്ടിയ വിഗ്രഹങ്ങൾ വീട്ടിൽ അത് എത്രത്തോളം നമുക്ക് അടുപ്പമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സൂക്ഷിക്കാനായിട്ട് പാടില്ല. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കളയുക എന്ന് പറയുമ്പോൾ നശിപ്പിക്കുന്ന സമയത്ത്, വിഗ്രഹങ്ങളൊക്കെ നശിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു രീതിയിൽ നിങ്ങളത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്.
ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശയുണ്ട്. എല്ലാ ദിശയിലും വയ്ക്കാൻ സാധിക്കുന്നതല്ല ശ്രീകൃഷ്ണ വിഗ്രഹം എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് വെച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ എല്ലാ ഫലങ്ങളും നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ എല്ലാ ഊർജവും നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ശ്രീകൃഷ്ണ വിഗ്രഹം കിഴക്കോട്ട് മുഖം തിരിച്ച് വയ്ക്കുന്ന രീതിയിൽ, കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന രീതിയിൽ വയ്ക്കാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വടക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന രീതിയിൽ, വടക്കോട്ട് മുഖം തിരിച്ച് വയ്ക്കുന്ന രീതിയിലും വയ്ക്കാവുന്നതാണ്. ഈ രണ്ട് ദിശയിലേക്ക് വേണം മുഖം തിരിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ എന്ന് പറയുന്നത്. ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നമ്മൾ തെക്കോട്ട് ദർശനമായിട്ട് വരുന്ന രീതിയിൽ, തെക്കോട്ട് മുഖം തിരിച്ച് വയ്ക്കുന്ന രീതിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വയ്ക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് മുഖം തിരിച്ച് വയ്ക്കുന്നതും പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വയ്ക്കുന്നതും അത്ര ശുഭകരമല്ല. എപ്പോഴും ഒന്നുകിൽ കിഴക്കോട്ട് മുഖം തിരിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ വടക്കോട്ട് മുഖം തിരിച്ച് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് കിഴക്കോട്ട് മുഖം തിരിച്ച് വയ്ക്കുന്ന രീതിയിൽ, കിഴക്കോട്ട് ദർശനമായിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് കിഴക്കോട്ട് വയ്ക്കാൻ പറ്റാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം വടക്കോട്ട് വയ്ക്കുക, അല്ലാതെ വേറെ ഒരു വശത്തേക്കും വയ്ക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇതാണ് അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പൂജാമുറിയിൽ വയ്ക്കാം, നിങ്ങളുടെ വീടിന്റെ ഹാളിൽ വയ്ക്കാം, പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ ബെഡ്റൂമിൽ വയ്ക്കാനായിട്ട് പാടില്ല. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗുരുവായൂരപ്പനോടൊക്കെ വളരെ അടുപ്പമുള്ള അമ്മമാര് റൂമിലൊക്കെ കൊണ്ടുവയ്ക്കാറുണ്ട്. എന്നാൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ സൂക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹാളില് നല്ല വൃത്തിയുള്ള ഒരു സ്ഥാനം നോക്കി കിഴക്കോട്ട് ദർശനമായിട്ട് വയ്ക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ശ്രീകൃഷ്ണ വിഗ്രഹം ഒരു കാരണവശാലും വെറും തറയിൽ വയ്ക്കാനായിട്ട് പാടില്ല. ഒരിക്കലും അങ്ങനെ വയ്ക്കാൻ പാടില്ല. നമ്മൾ ഒരു പീഠമോ അതിന് പറ്റിയ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റാൻഡോ ഉണ്ടാക്കി വേണം ഈ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കാനായിട്ട്. ഇനി പീഠമോ സ്റ്റാൻഡോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു മഞ്ഞപ്പട്ടുണ്ടെങ്കിൽ അത് മടക്കി അത് അവിടെ വെച്ച് അതിൻ്റെ പുറത്ത് വേണം ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കാൻ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും വെറും തറയിൽ വയ്ക്കരുത്. അതും നിങ്ങൾക്ക് ദോഷഫലങ്ങളായിരിക്കും സമ്മാനിക്കുന്നത്. പൂജാമുറിയിലാണ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മഞ്ഞപ്പട്ട് വിരിച്ച് അതിൻ്റെ മുകളിലായിട്ട് വയ്ക്കാവുന്നതാണ്. ഇനി അതല്ല ഹാളിലാണ് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നോക്കി നല്ല വൃത്തിയുള്ള ഒരു പീഠത്തിന് മുകളിൽ ഒരു പട്ട് വിരിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹാളിലൊക്കെ വയ്ക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹം നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഒരു കാരണവശാലും വയ്ക്കാനായിട്ട് പാടില്ല. ചില വീടുകളിൽ ഈ ചുമരിലൊക്കെ സ്റ്റാൻഡ് അടിച്ച് അതിൻ്റെ മുകളിൽ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളെക്കാൾ മുകളിലായിട്ടായിരിക്കും ഭഗവാൻ നിൽക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു കാരണവശാലും നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കാനായിട്ട് പാടുള്ളതല്ല. ഏതൊരു വിഗ്രഹമായാലും നമ്മുടെ മുഖത്തിന്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്, തലയ്ക്ക് മുകളിലായിട്ട് വരുന്ന രീതിയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റുക തന്നെ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ വിഗ്രഹം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ശരിയായ രീതിയിൽ പരിപാലിച്ച് പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ സാന്നിധ്യം ആ ഒരു വീട്ടിൽ, ആ ഒരു സ്ഥലങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും അനുഗ്രഹവും ജീവിതത്തിൽ ഉണ്ടാകും. ഒരു മഞ്ഞപ്പട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഭഗവാനെ പുതപ്പിച്ച് നിർത്തുന്നതും ഏറ്റവും ഐശ്വര്യമാണ്. മഞ്ഞപ്പട്ട് പുതച്ച ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് ദിവസവും സന്ധ്യയ്ക്ക് തൊഴുന്നത് ആ വീട്ടിൽ ധനാഗമനം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. പണത്തിന് മുട്ടുണ്ടാവില്ലെന്നാണ് പറയുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ വീട്ടിൽ വിഗ്രഹമൊക്കെ വെക്കുന്നവര് ഈ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് അതിനെ പരിപാലിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും അത് വൃത്തിയില്ലാത്ത സ്ഥാനങ്ങളിലോ അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത രീതിയിലോ വയ്ക്കാനായിട്ട് പാടില്ല. നമ്മളുമായിട്ട് ഭഗവാന് ഒരു അടുപ്പമുണ്ടാവുകയും എല്ലാ രീതിയിലും നമ്മുടെ കഷ്ടപ്പാടുകളും ദുഃഖദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കണ്ടറിഞ്ഞ് ഭഗവാൻ അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യും. ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആരെയും കൈവിടുന്നവനല്ല ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ കഷ്ടപ്പാടിലും ദുഃഖത്തിലും ഭഗവാനെ വിളിക്കുന്നത്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്.
അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.